ഹായ് സ്റ്റുഡൻസ്, നമുക്ക് ഇന്ന് കോൺസെൻട്രേഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുകയാണ്. എ വെസൽ കണ്ടെയ്ൻ എ ബൈനറി മിക്സ്ചർ ഓഫ് ഓക്സിജൻ ആൻഡ് നൈട്രജൻ വിത്ത് പാർഷ്യൽ പ്രഷേഴ്സ് ഇൻ ദ പ്രൊപ്പോർഷൻസ് ഓർ റേഷ്യോസ് എന്നും കൂടി പറയാം. 0.22 and 0.78 at 30 degrees Celsius. The total pressure of the mixture is 1 bar. Calculate first question A. Molar concentration. B. Second question B. Mass densities. Third question mass fraction. And fourth question mole fraction of each components. ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് വേറെ രീതിക്കും ചോദിക്കാം. The composition of dry atmospheric air on a molar basis is 22% of oxygen and 78% of nitrogen at 30 degrees Celsius. Calculate the above details. അത് നമ്മൾ മുമ്പ് ചെയ്ത ഡീറ്റെയിൽസ് കണ്ടുപിടിക്കണം. ഇവിടെ പെർസെൻറ്റേജിലും തന്നിട്ടുണ്ട്, അറ്റ് ദ സെയിം ടൈം റേഷ്യോയിലും തന്നിട്ടുണ്ട്. പിന്നെ മാസ് ഡെൻസിറ്റി, മാസ് ഫ്രാക്ഷൻ, മോളാർ കോൺസെൻട്രേഷൻ ആൻഡ് മോളാർ ഫ്രാക്ഷൻ ഒക്കെ നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് ഇതിൻ്റെ ഇതിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ രണ്ട് മിക്സ്ചർ ഉണ്ട്, ബൈനറി മിക്സ്ചേഴ്സ്. ഓക്സിജൻ 22%, നൈട്രജൻ 78%, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയും കൊടുത്തിട്ടുണ്ടാവും. ഗീവ് ദ പ്രൊപ്പോർഷൻസ് അല്ലെങ്കിൽ റേഷ്യോ എന്നും പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ 0.22 ആൻഡ് 0.78 റേഷ്യോ എന്നും പറയാം. ഓക്കെ, ടി 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദറ്റ് ഈസ് നമുക്ക് അതിനെ കെൽവിനിലേക്ക് മാറ്റണം. ആൻസർ 293 കെൽവിൻ. ടോട്ടൽ 1 ബാർ പ്രഷർ, ടോട്ടൽ പ്രഷർ 1 ബാർ. ദറ്റ് ഈസ് 1 × 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ശ്രദ്ധിക്കണം, നമ്മുടെ ഈ പ്രഷർ തന്നിട്ടില്ലെങ്കിലും 1 × 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എടുക്കുക. ഓക്കെ, തന്ന പ്രഷർ കൊണ്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. ദാറ്റ് ഇസ് പി ടി ആണത്. പ്രൊപ്പോർഷൻസോ റേഷ്യോസോ പെർസെൻറ്റേജോ ക്വസ്റ്റ്യനിൽ തരാം. എന്തൊക്കെയാണ്? പ്രൊപ്പോർഷൻസ്, റേഷ്യോ ആൻഡ് പെർസെൻറ്റേജ് ഓഫ് മിക്സ്ചർ. ഇത്രയും കാര്യം നമുക്ക് തരാം. നെക്സ്റ്റ് എന്തൊക്കെ കണ്ടുപിടിക്കണം? മോളാർ കോൺസെൻട്രേഷൻ സി, മാസ് ഡെൻസിറ്റി അല്ലെങ്കിൽ മാസ് കോൺസെൻട്രേഷൻ റോ, നെക്സ്റ്റ് മാസ് ഫ്രാക്ഷൻ എക്സ്, ദെൻ മോൾ ഫ്രാക്ഷൻ വൈ. ഇത്രയും കാര്യം നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ആദ്യം മോളാർ കോൺസെൻട്രേഷൻ സി എ. ഞാൻ പറഞ്ഞായിരുന്നു ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മോളാർ കോൺസെൻട്രേഷനെ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, അവിടെ നിന്ന് മാസ് കോൺസെൻട്രേഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. സോ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് കോമ്പണന്റ് എ, ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതിയേക്കാണ്. ദാറ്റ് ഈസ് ഈക്വൽ എന്താ? പി എ ബൈ ആർ ബാർ ടി. ദാറ്റ് ഈസ് പി എ ബൈ ജി ടി എന്ന് എഴുതാം. ആർ ബാറിന് നമുക്ക് എന്ത് കൊടുക്കാം? ജി ടി എന്ന് എഴുതാം. ദാറ്റ് ഈസ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് 8314. അതാണ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോറി, ഫസ്റ്റ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ഇസ് ഈക്വൽ ടു പ്രഷർ. ഓക്സിജന്റെ പെർസെൻറ്റേജ് എത്രയാണ്? 0.22 അല്ലേ? അപ്പോൾ 0.22 ഇൻറ്റു 1 ഇൻറ്റു പ്രഷർ ടോട്ടൽ, ഓക്കെ, ഇൻറ്റു 10⁵. ഓക്കെ, അപ്പോൾ പാർഷ്യൽ പ്രഷർ ആണത്. ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ നമ്മൾ ഇതേക്കണം. ദാറ്റ് ഈസ് പെർസെൻറ്റേജ് ഇൻറ്റു ടോട്ടൽ പ്രഷർ ഈസ് ഈക്വൽ ടു ഡിവൈഡഡ് ബൈ 8314 ഇൻറ്റു 293 is equal to answer 39.03 into 10⁻³ കിലോഗ്രാം മോൾ പെർ മീറ്റർ ക്യൂബ് നമുക്ക് കിട്ടി. നമുക്ക് പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജൻ കണ്ടുപിടിച്ചിട്ട് അതിന്റെ മോളാർ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാം. മോളാർ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല PN2/GT. PN2 എന്ന് പറഞ്ഞാൽ പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജൻ, ദാറ്റ് ഈസ് അതിന്റെ റേഷ്യോ ഇൻറ്റു ടോട്ടൽ പ്രഷർ PT, ദാറ്റ് ഈസ് 78% എന്നായിരുന്നു. So 0.78 into P total 1 × 10⁵ divided by പഴയ ടൈം തന്നെ, ദാറ്റ്സ് ആൻസർ 32.03 into 10⁻³ കിലോഗ്രാം മോൾ പെർ മീറ്റർ ക്യൂബ്. ഓക്കെ, കാരണം ഈ മോള് വരാൻ കാരണം നമ്മളിതെല്ലാം മോളാർ കോൺസെൻട്രേഷൻ ആണ് കണ്ടുപിടിച്ചേക്കുന്നത്. ഇത് മാസ് കോൺസെൻട്രേഷൻ ആണെങ്കിൽ കിലോഗ്രാമിനെ വരുള്ളൂ. നമുക്ക് നോക്കാം. നെക്സ്റ്റ് മാസ് ഡെൻസിറ്റീസ് അല്ലെങ്കിൽ മാസ് കോൺസെൻട്രേഷൻ റോ ആണ് കണ്ടുപിടിക്കാൻ പോണത്. ഈ റോ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഈ കിട്ടിയ മോളാർ കോൺസെൻട്രേഷനെ മോളിക്കുലാർ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കാരണം ഞാൻ ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറഞ്ഞായിരുന്നു. സി ഈസ് ഈക്വൽ ടു റോ ബൈ എം എന്ന് കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ മാസ് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? റോ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു എം വരും. ഫസ്റ്റ് നമുക്ക് ഓക്സിജനോട് എഴുതിയേക്കണ റോ O2 ഈസ് ഈക്വൽ ടു MO2 ഇൻറ്റു CO2. ദാറ്റ്സ് ആൻസർ. നമുക്ക് 0.22
0.23. ഇവിടെ കിലോഗ്രാം മോൾ പെർ മീറ്റർ ക്യൂബ് ആണെങ്കിൽ ഇവിടെ ഡെൻസിറ്റി വരുമ്പോൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് മാത്രം വരുള്ളൂ. ഇവിടെ മോളിക്കുലാർ വെയിറ്റ് ഓഫ് ഓക്സിജൻ 32 ആണ്. സിമിലർലി നൈട്രജന്റെ എഴുതി കഴിഞ്ഞാൽ ഈ ഓക്സിജൻ നൈട്രജൻ എഴുതാൻ നൈട്രജന്റെ മോളിക്കുലാർ വെയിറ്റ് 28 ആണ്. നമ്മൾ അതേപോലെ മൾട്ടിപ്ലൈ അതിന്റെ മോളാർ കോൺസെൻട്രേഷൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് മാസ് ഡെൻസിറ്റി കിട്ടുന്നത് 0.897 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് നമുക്ക് അതിന് കിട്ടുന്നത്. ഓക്കെ, നോക്കാവുന്ന ടോപ്പിക്കാണ് മാസ് ഫ്രാക്ഷൻ. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാസ് ഫ്രാക്ഷൻ എന്താ ഞാൻ പറഞ്ഞായിരുന്നു. എങ്ങനെയാണ് മാസ് ഫ്രാക്ഷൻ? mass fraction x is equal to mass density of any component divided by mass density of total component. അതിന് നമ്മൾ ആദ്യം മാസ് ഡെൻസിറ്റി ഓഫ് എനി ടോട്ടൽ കോമ്പണന്റ് കണ്ടുപിടിക്കണം. O2 ഉണ്ട് N2 ഉണ്ട് രണ്ടിന്റെ മാസ് ഡെൻസിറ്റി പ്ലസ് ചെയ്യുക. ആൻസർ 1.187 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് കിട്ടി. ഇനി മാസ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാം. ദാറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ആദ്യം O2ന്റെ മാത്രം മാസ് ഡെൻസിറ്റി ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ഡെൻസിറ്റി. ആൻസർ 0.244 കിട്ടി. നെക്സ്റ്റ് നൈട്രജൻ കണ്ടുപിടിക്കാം. മാസ് ഡെൻസിറ്റി ഓഫ് മാസ് ഫ്രാക്ഷൻ ഓഫ് നൈട്രജൻ ദാറ്റ് ഈസ് അതേ സെയിം ഫോർമുല ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 0.756 കിട്ടി. ഇനി മോളാർ ഫ്രാക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാം. മോളാർ ഫ്രാക്ഷന് നമുക്ക് നെയിമിങ് ഒയ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ ഒയ് കണ്ടുപിടിക്കാം. അതിന് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ടോട്ടൽ കണ്ടുപിടിക്കാം. CT ദാറ്റ് ഈസ് CO2 പ്ലസ് CN2 കണ്ടുപിടിക്കുക. ആൻസർ 41.05 into 10⁻³ കിലോഗ്രാം മോൾ പെർ മീറ്റർ ക്യൂബ് കിട്ടി. ഒയ് ഓഫ് O2 കണ്ടുപിടിക്കാം. CO of O2 ഡിവൈഡ് ബൈ CT ദാറ്റ് ഈസ് 0.22 കിട്ടി. N2 നോക്കാം. ആൻസർ 0.78 കിട്ടി. നമുക്ക് മോളാർ കോൺസെൻട്രേഷൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ വെസൽ കണ്ടെയ്ൻ ദി composition of air on a molar basis is 78% of nitrogen, 21% of oxygen and 1% of argon at 15 degrees Celsius. The total pressure of the mixture is 1.5 bar. Calculate the mass fraction of the constituents of air. Mass fraction ആണ് ചോദിച്ചേക്കുന്നത് x. പിന്നെ ഇവിടെ 3 കോൺസ്റ്റിറ്റ്യൂവൻസ് ഉണ്ട്. നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ ഉണ്ട്. പിന്നെ പ്രഷർ ഗിവൺ ആണ് 1.5 ബാർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് 1 × 10⁵ എടുക്കാം. ഇവിടെ 1.5 ബാറിന് ഗിവൺ ആണ്. സോ 1.5 × 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ വേണം നമുക്ക് ടോട്ടൽ പ്രഷർ ആയിട്ട് എടുക്കാൻ. ഇത് നിങ്ങൾ ചെയ്യാം. ഗിവൺ ഡേറ്റ: ഓക്സിജൻ 0.21, നൈട്രജൻ 0.78, ആർഗൺ 0.01. കാരണം പെർസെൻറ്റേജിനെ ഡിവൈഡ് ബൈ 100 കൊണ്ട് ചെയ്താണ്. PT 1.5 × 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. T is equal to 2288 Kelvin. ഫൈൻഡ് x. CN2 കണ്ടുപിടിക്കാം. PN2/GT. PN2 അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുകയാണ്. 48.86 × 10⁻³ കിലോമോൾ പെർ മീറ്റർ ക്യൂബ്. C കോൺസെൻട്രേഷൻ ഓഫ് O2. ആൻസർ 13.16 × 10⁻³ kilomole per meter cube. Next, concentration of air. Answer 6.265 × 10⁻⁻4 kilomole per meter cube. Next, നമുക്കറിയാലോ the relationship between rho and C, that is mass density and molar density തമ്മിലുള്ള ratio. അതിൻ്റെ റിലേഷൻ എന്താണ്? C is equal to rho by M ആണ്. That is rho mass density കണ്ടുപിടിക്കാനുള്ള ഫോർമുല molar concentration into molecular weight ആണ്. So rho of O2 is equal to C of O2 into M of O2. അപ്പോൾ മൾട്ടിപ്ലൈ ആണ്. നമ്മൾ അറിയാലോ molecular weight of oxygen 32 ആണ്. So you get the answer 0.4211 kilogram per meter cube കിട്ടും. Next, rho N2, that is molecular weight of nitrogen കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അതിൻ്റെ കോൺസെൻട്രേഷനെ. So you get the answer 1.368 kilogram per meter cube കിട്ടും. Next, rho of argon, that's argonൻ്റെ molecular weight 18 ആണ്. So you get the answer 0.01127 kilogram per meter cube കിട്ടും. ഇനി rho total കണ്ടുപിടിക്കുക. That is mass densities of all the constituents ആഡ് ചെയ്യുക. You get the answer 1.80037 kilogram per meter cube കിട്ടും. So next, mass fraction കണ്ടുപിടിക്കാം. Mass fraction of nitrogen is equal to നമുക്ക് rho of N2 divided by rho T കൊണ്ട് ഡിവൈഡ് ചെയ്യാം. So that's answer 0.7598. Similarly, XO2 0.2339 കിട്ടും. X argon 0.0063 കിട്ടും. ഓക്കെ.